മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്നാപയോഹന്നാന്റെ പ്രസംഗം. കർത്താവിന്റെ ദൂതന്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് പുറപ്പെട്ടെങ്കിലും മകൻ എർക്കൊലോസിനെ ഭയന്ന് അവന്റെ ഭരണപ്രദേശമായ യൂദയായിൽ പോകാതെ ഗലീലയിലെ നസ്രത്തിൽ പോയി തിരുക്കുടവും താമസിച്ചു എന്ന് സുവിശേഷ വിവരണം കഴിഞ്ഞ ഉടനെ സ്നാപയോഹന്നാന്റെ പ്രഭാഷണമാണ് വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്നത്. അവന്റെ രൂപത്തിലും ഭാവത്തിലും വാക്കിലും ആകർഷകമായ എല്ലാ വിഭാഗം ജനങ്ങളും അവന് ചുറ്റും തടിച്ചുകൂടി. വരാനിരിക്കുന്ന രക്ഷകൻ ഭൂമിയിൽ അവതരിക്കാൻ സമയമായെന്നും അതിനായി മാനസാന്തരപ്പെട്ട് പാപങ്ങളേറ്റു പറഞ്ഞ് അനുതാപത്തിന്റെ മാവ് സ്വീകരിക്കാൻ സമയമായെന്നും ഒരു പ്രവാചക കർക്കശത്തോടെ അവനെ ആഹ്വാനം ചെയ്തു. ശ്രവിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് മാനസാന്തരം പൂർത്തിയാകുന്നതും പുതിയ സമൂഹത്തിന്റെ അംഗത്വം സ്വീകരിക്കപ്പെടുന്നതും. 400 വർഷമായി പ്രവാചകരെ ദർശിക്കാൻ ഭാഗ്യമില്ലാതെ ഇസ്രായേൽ അവനിലൊരു പ്രവാചകന്റെ കർക്കശവും ഗാംഭീര്യവും ദർശിച്ചു. മതത്തിന്റെ ചിട്ടവട്ടങ്ങളിലും നിയമാനുഷ്ഠാനങ്ങളിലും പിടുത്തമുണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരും സദുക്കായരുമൊക്കെ ഓരോ ആവേശത്തോടെ അവന് ചുറ്റും ഒരുമിച്ചുകൂടി. കുർബാന തർക്കം മുതൽ റീത്ത് വ്യത്യാസം, ജാതി വ്യത്യാസം വരെയുള്ള പലവിധ കാര്യങ്ങളാൽ ഭിന്നിച്ചിരുന്ന സഭയിൽ ഒരു പ്രവാചക വ്യക്തി കടന്നുവരാൻ നമുക്ക്